ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു സ്പാഗറ്റിയുടെ റെസിപ്പിയാണ്. ഇതൊരു പാസ്തയിൽ പെട്ട തന്നെയാണ്. അപ്പോൾ ഇത് നമ്മൾ മക്രോണിയൊക്കെ ഉണ്ടാക്കണ പോലെ തന്നെയാണ്. അപ്പോൾ ഇതൊന്ന് കുക്കറിൽ ഒറ്റ വിസിലടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുക്കറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് കൊള്ളുന്ന രൂപത്തിലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഒരു പകുതിയോളം വെള്ളം ഒഴിച്ചെടുത്തിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് കുക്കർ ഒന്ന് അടച്ച് വെക്കണ്ടേ. എന്നിട്ട് ഇത് അടുപ്പിൽ വെച്ചിട്ട് ഒരു വിസിൽ വരുന്നവരെ വെക്കണ്ട കേട്ടോ. ഒരു വിസിലടിച്ചിട്ടുണ്ടെങ്കിൽ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുക്കറും തുറന്ന് നോക്കണ്ട കേട്ടോ. അപ്പോൾ കണ്ടില്ലേ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ വെന്ത് കിട്ടണം. ഇനി നമ്മളിതൊരു സ്ട്രെയിനർക്ക് മാറ്റുകയാണ്. എന്നിട്ട് പച്ചവെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഓയിലൊക്കെ ഒഴിക്കാരണം ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. ഇനി ഇതങ്ങോട്ട് മാറ്റി വയ്ക്കേണ്ട കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ചിക്കൻ്റെ പീസുകൾ ചെറുതായിട്ടൊന്ന് ഇട്ടെടുക്കാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റൊക്കെ വെച്ചിട്ട് ആ ചിക്കൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കേണ്ട കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്കുള്ള മസാല റെഡിയാക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പിൽ വെക്കേണ്ട കേട്ടോ. ഇനിയിപ്പോൾ തീ കത്തിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കേണ്ട കേട്ടോ. എന്നിട്ട് ആ എണ്ണ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് 8 വെളുത്തുള്ളിയുടെ അല്ലി എടുത്തിട്ട് അത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ഒന്ന് കുക്കാവുക വേണ്ടുള്ളൂ കേട്ടോ. നല്ലോണം ബ്രൗൺ ആയിട്ട് കളർ മാറി വരേണ്ട ആവശ്യമൊന്നുമില്ല. ആ സമയത്ത് 4 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി അതിൽ ഇട്ട് കൊടുക്കേണ്ട കേട്ടോ. ഇനി സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി ഇവിടെ കിടന്നിട്ട് മെല്ലെ ഒന്ന് കുക്കാവിട്ടിട്ട് ആ സമയം കൊണ്ട് 4 തക്കാളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കേണ്ട കേട്ടോ. ടൊമാറ്റോ പ്യൂരി ഉണ്ടാക്കിയെടുക്കുകയാണ്. ഉള്ളി ഇപ്പോൾ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ മതി, ഒരുപാടൊന്നും ബ്രൗൺ ആവണ്ട. അപ്പോൾ ഈ സമയത്ത് നമ്മൾ അടിച്ച് വെച്ച ടൊമാറ്റോ പ്യൂരി ഇല്ലേ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നല്ലപോലെ വറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലത്തെ വെള്ളത്തിൻ്റെ അംശമൊക്കെ നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് സ്പൈസി ആയിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. 1 ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. പൊടികളുടെ ഒക്കെ പച്ചമണം പോണ വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഒരു ക്യാരറ്റ്, ഒരു മുഴുവനായിട്ടുള്ളൊരു മീഡിയം സൈസുള്ള ക്യാരറ്റ് നീളത്തിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി എടുത്തിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് പൊടികളുള്ള പച്ചമണമൊക്കെ മാറി ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഗ്രേറ്റ് ചെയ്ത് വെച്ച് ക്യാരറ്റ് ഇല്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാപ്സിക്കം കട്ട് ചെയ്ത് വെച്ചില്ലേ അതും കൂടി ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 സെക്കൻഡ് ഒന്ന് വഴറ്റിയതിന് ശേഷം 1 ടീസ്പൂണ് സോയാ സോസും 1 ടീസ്പൂണ് ടൊമാറ്റോ കെച്ചപ്പും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഉള്ളി വാട്ടിയെടുക്കുന്ന സമയത്ത് ഞാൻ അതിൽ കുറച്ച് ഉപ്പിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറയാൻ മറന്നതാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ ഈ സോയാ സോസും ഇതൊക്കെ ഒഴിച്ചില്ല, അതിലൊക്കെ ഓൾറെഡി ഒരു ഉപ്പിൻ്റെ ഇതുണ്ടല്ലോ. അപ്പോൾ ഈ സമയത്തൊക്കെ ഉപ്പ് കുറവുണ്ടാവും നോക്കിയിട്ട് ഉപ്പ് കുറവാച്ച ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഉപ്പ് കറക്റ്റ് തന്നെയാണ്. നേരത്തെ വേവിക്കാൻ വെച്ച് പാസ്ത ഇല്ലേ അതിലും ഞാൻ കുറച്ച് ഉപ്പിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മിക്സായി കഴിഞ്ഞാൽ ഓക്കെ ആവും കേട്ടോ. നേരത്തെ വേവിച്ചിട്ട് മാറ്റി വെച്ചില്ലേ ആ പാസ്ത ഇനി ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. എല്ലാ ഭാഗത്തേക്കും മസാല എത്തുന്ന രൂപത്തിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലപോലെ തന്നെ മിക്സാക്കി എടുക്കുന്നുണ്ട്. അടിയിൽ നിന്നൊക്കെ എടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെയാണ് എല്ലാ ഭാഗത്തേക്കും എത്തുള്ളൂ. ഇത് ഫസ്റ്റ് ടൈം വീട്ടിൽ വാങ്ങിയപ്പോൾ എൻ്റെ ഒക്കെ പറഞ്ഞു അത് നൂഡിൽസ് ഉണ്ടാക്കുന്ന പോലെയാണ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ അതുപോലെ ട്രൈ ചെയ്തു കേട്ടോ. പക്ഷേ അത് ഒട്ടും വെന്തിട്ടും ഉണ്ടായിരുന്നില്ല, പിന്നെ മസാലകളൊന്നും അതിൽ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്രാവശ്യം ഞാൻ സ്വന്തമായിട്ട് എൻ്റെ റെസിപ്പിയിൽ ചെയ്ത് നോക്കിയത് കേട്ടോ. അപ്പോൾ സക്സസ് ആയിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയില അരിഞ്ഞിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ ഷാലോ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചാൽ ചിക്കൻ്റെ പീസുകളില്ലേ അത് ചൂടാറിയതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അത് ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ബാക്കി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അടിപൊളി സ്പാഗറ്റി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മുടെ മക്കൾക്കൊക്കെ നല്ലോണം ഇഷ്ടമാവുന്ന റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കൂടെ കാണുന്ന ബെൽ ബട്ടണിൽ ഓളൊന്ന് പ്രസ് ചെയ്യണേ. കൂടെ തന്നെ ലൈക്കും ഷെയറും മറക്കരുത് കേട്ടോ. താങ്ക്